ഗുരുവായൂർ ക്ഷേത്രത്തിൽ അന്നദാനത്തിന്റെ പന്തിയിലിരിക്കാൻ ബ്രാഹ്മണന് മാത്രമല്ല ഇവിടെ തവർണനും അധികാരമുണ്ട് എന്ന് ശിവഗിരി മഠത്തിലൊരു സന്യാസി പറഞ്ഞ സമയത്ത് അദ്ദേഹത്തെ ആദ്യം ചെയ്തത് ഇദ്ദേഹം തൊട്ടടുത്തിരിക്കുന്ന ആളുടെ മാല പൊട്ടിച്ചു എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ വലിച്ചിറക്കി അടിച്ചു. ഗുരുവായൂർ ക്ഷേത്രത്തിലെ മാനേജറുടെ മുറിയിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോയി. അവിടെ വെച്ച് അദ്ദേഹത്തിന്റെ തല, ശിവഗിരി മഠത്തിന്റെ മഠാധിപതിയായ ആളുടെ തല ചുമരിലിടിച്ചു, പലവട്ടം ഇടിച്ചു, ക്രൂരമായി മർദ്ദിച്ചു. അപ്പോൾ കേസ് ഒന്ന് മാറിയിരുന്നു. പറഞ്ഞ കാരണം ഇതാണ്, ഇദ്ദേഹം ഒരു തട്ടിപ്പ് സന്യാസിയാണ്. ഇദ്ദേഹം 10 രൂപ കൊടുത്ത് ആരുടെ രോഗം മാറ്റാമെന്ന് പറഞ്ഞു, പറ്റിച്ചു എന്ന് പറഞ്ഞ് വഞ്ചന കേസാണ് അദ്ദേഹത്തിനെതിരെ ചുമത്താൻ തുടങ്ങിയത്. ആ വൃദ്ധനായ ഒരാളെ മർദ്ദിച്ചത് ഇവിടുത്തെ സംഘപരിവാരം ചെയ്തതാ. പക്ഷെ തമാശ അതല്ല, ഇദ്ദേഹം ദളിതർക്കും അവർണർക്കും ഇവിടുത്തെ ഈഴവനും പറയനും പുലയനുമെല്ലാം ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ പന്തിയിരുന്ന് ഉണ്ണാൻ അധികാരം കൊടുക്കണമെന്ന് പറഞ്ഞ് സമരം നയിച്ച് ഇവിടെ നിന്നും തിരുവനന്തപുരത്ത് നിന്ന് തുടങ്ങി ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ മുമ്പിൽ എത്തുന്ന സമയത്ത് അദ്ദേഹത്തെ പൂമാലയിട്ട് സ്വീകരിക്കാനും ഈ സമരം ഞങ്ങളുടെ കൂടെ സമരമാണ് എന്ന് പറയാനും ചില ആളുകൾ വന്നു. അവരുടെ പേര് RSS എന്നാണ്. അടിച്ചതാരാ? തല്ലിയതാരാ? ഇദ്ദേഹത്തെ മാലക്കള്ളനാക്കാൻ നോക്കിയതാരാ? ഇദ്ദേഹത്തെ ഇത്തരത്തിലൊക്കെ ചെയ്തതാരാ? അതായത് എന്തും ചെയ്യും. ക്ഷേത്രം ഏതാ? പ്രധാനപ്പെട്ട ഹിന്ദു ക്ഷേത്രങ്ങളിലൊന്നാണ് നമ്മളുടെ ഗുരുവായൂർ ക്ഷേത്രം. ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയിട്ടുള്ളവർ നിങ്ങളിൽ ഒരുപാട് പേരുണ്ടാകാം. ഒരുപക്ഷെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കല്യാണം ഒരു ദിവസം നടക്കുന്ന സ്ഥലങ്ങൾക്കുള്ള സ്ഥലമാണ് ഗുരുവായൂർ ക്ഷേത്രം.